അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുക, അതുപോലെ അത് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടാവണം, അതുപോലെ നമുക്കത് ഫീലിംഗ് ഉണ്ടായിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തോട്ട്, നമ്മൾ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം, അല്ലേ? നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. പിന്നെ നമുക്കത് കിട്ടും എന്നുള്ള വിശ്വാസം, അത് റിസീവ് ചെയ്യാനുള്ള റെഡി ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ എനർജി ഹൈ ആയിരിക്കണം, അല്ലേ? നമുക്ക് എങ്ങനെ എനർജി ഹൈ ആയിരിക്കാം? നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്, ഇനി നമ്മളെല്ലാം എനർജിയാണ്, അല്ലേ? നമ്മുടെ എനർജി ഹൈ ആയ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ എനർജി ഹൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഫർമേഷൻ, ഈ ഫോർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് നമുക്കത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഉപേക്ഷിച്ച് പോവാറാണ് അധികം ആളുകളും. പക്ഷെ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തന്ന പോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കണം, അല്ലേ? നമ്മുടെ എനർജി ഹൈ ആയ മാത്രമാണ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം നമ്മൾ മനഃപൂർവ്വം അല്ലാതെ നമ്മൾ ഒരുപാട് ആളുകളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ആ ഒരു മനസ്സിൽ നിന്ന് നമ്മൾ ഈ മറ്റുള്ളവരോട് തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം ഉണ്ടാവും, അല്ലെ? അപ്പോൾ അത് നെഗറ്റീവായിട്ട് നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുന്നതോടുകൂടി നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം, നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നതെല്ലാം അത്തരം പ്രശ്നങ്ങളും അത്തരം ആളുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും, നമുക്ക് ദേഷ്യം വർദ്ധിക്കും, അത്തരം പ്രശ്നങ്ങളോടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം, വെറുപ്പ് അതെല്ലാം കൊണ്ടു നടക്കാതിരിക്കുക, അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഓക്കെ, എസ് എന്ന് പറയുന്ന ആരിഫുദ്ദീൻ എസ് എന്ന് പറയുന്നു. ചില സമയം കൺട്രോൾ കിട്ടുന്നില്ല, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും ചിലപ്പോൾ കൺട്രോൾ തെറ്റിപ്പോകുന്നു കുട്ടികളോടല്ലോ. അതെല്ലാം ഇപ്പൊ നമ്മളെ സാറ് ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ട്രോമ ഉണ്ടായിരിക്കും, അല്ലേ? അതെ, നമ്മുടെ ഫുള്ളായിട്ട് പോയി ഫാമിലി. കിട്ടുന്നില്ല, മനസ്സിലാവുന്നുണ്ട്, ഫുള്ളായിട്ട് പോയി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, ദേഷ്യം വേദന ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടും, നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനുള്ള എങ്ങനെയാണ് നമ്മൾ ഫോർഗീവ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞുതരാം. അത് നമ്മൾ ചില ആളുകളോട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല, അല്ലേ? ചിലപ്പം ചില മിണ്ടാതെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ചെയർ ഒരു സമയത്ത് തെറാപ്പി ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പം. കേട്ടില്ല. ചെയർ തെറാപ്പി, ചെയർ അതെ അതെ ഇരിക്കുന്നതായിട്ട് അതെ കണക്കാക്കിയിട്ട്. അതെ അതെ അതെ. അപ്പൊ അത് അറിയാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ കണ്ണടച്ചിരിക്കുക രാവിലെ, അല്ലെങ്കിൽ എണീറ്റ ഉടനെ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള അരമണിക്കൂർ നമ്മൾ മെഡിറ്റേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുന്നതായിട്ട് നിങ്ങളുടെ മുൻപിലും, നിങ്ങൾക്ക് ആർക്കാണോ ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ആള് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത്, ആളുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്ക് അത് പറയാനുള്ള, നിങ്ങൾ എന്നോട് ചെയ്തിട്ടില്ല, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണോ ആളോട് പറയാനുള്ള കാര്യങ്ങൾ അത് തുറന്ന് ആളോട് പറയുക. ആള് മുന്നിലിരിക്കുന്നതായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആളോട് തുറന്ന് പറയാം. അപ്പൊ ആൾക്കും ഉണ്ടാവും, അല്ലെ, അന്ന് ചെയ്തതിനൊരു കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളോട്
ഈ ഒരു തെറ്റ് ചെയ്തതിന് ഒരു കാരണമുണ്ട്. അപ്പൊ ആൾക്കും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടാവും. അപ്പൊ ആള് പറയുന്നതായിട്ട് ആളുടെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, ആ ഒരു സമയത്ത് എന്തായിരുന്നു, ആൾക്ക് ഉണ്ടായിരുന്ന ഫീൽ എന്തായിരുന്നു, അത് തുറന്ന് പറയുന്നതായിട്ട് അതും കാണാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കെല്ലാം എനർജി ഉണ്ട്, അതുപോലെ നമ്മുടെ എല്ലാ ചിന്തകൾക്കെല്ലാം ഫ്രീക്വൻസി ഉണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആളിലും നിങ്ങളിലും ആ ഒരു ചേഞ്ച് വരും. അപ്പൊ അത് ആളിലും കാണാൻ പറ്റും. ഒരുപാട് കേസുകൾ ഇതുപോലെ മിണ്ടാതെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ പിന്നീട് ഒരു പ്രശ്നമില്ലാതെ അവർ തമ്മിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടുള്ളൊക്കെ നമ്മുടെ കോഴ്സുകളിലും നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ വന്നവർക്ക് തന്നെ പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? നിങ്ങൾക്ക് ഒന്ന് forgive ചെയ്ത ചോദിച്ചോട്ടെ? ഒന്ന് ചോദിച്ചോളൂ. ചോദിച്ചോ? ഉം. നമ്മൾ എന്നൊരു ദിവസം ചെയ്താണെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യുമ്പോ ഒരാൾക്ക് മാത്രം ചെയ്താൽ മതിയോ? അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും കുറെ ആൾക്കാർ കുറെ പ്രാവശ്യം ഉണ്ടെങ്കിലോ? ഒരുപാട് ആൾക്കുണ്ടെങ്കിൽ ഒരാളോട് ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ല, ഒരു ദിവസത്തിന് ഞാൻ പറഞ്ഞത്, ഒരു ദിവസത്തില് നമ്മള് പ്രാക്ടീസ് ചെയ്യാൻ കോഴിക്കോട് നിന്ന് പറഞ്ഞു തന്നില്ലേ? ഉം, ഉം, ഉം. അത് ഇപ്പൊ നമ്മള് ഒരാളോട് ആ പിന്നെയും അത് പിന്നെയും EFT ചെയ്യുമ്പോ പിന്നെ ടാപ്പിംഗ് അല്ലേ? ഇത് ഞാൻ EFT അല്ല പറഞ്ഞത്. EFT ടാപ്പിംഗിൽ ഒരു പ്രശ്നം ഒരു സമയത്ത് ഒരു പ്രശ്നം മാത്രം എടുത്തിട്ട് ടാപ്പ് ചെയ്യാം, എന്നിട്ട് അടുത്ത പ്രശ്നം എടുക്കാം. അത് സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എടുക്കാം. അത് നമുക്ക് ഓർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു നമ്മളെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ വേറെ ആളെ പ്രശ്നം എടുക്കുക, അങ്ങനെയാണ്. വേറെ ആൾ പ്രശ്നം എടുക്കും. പിന്നെ അവിടെ പ്രശ്നങ്ങളില്ലല്ലോ ഒരാളോട് കഴിഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആയോ? വേറെ ഓക്കെ, നമുക്ക് ഈ ഒരു മറ്റുള്ളവരോട് വെറുപ്പ്, ദേഷ്യം കൊണ്ട് നടക്കുന്നതോടുകൂടി നമുക്ക് സ്ട്രെസ്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ പിന്നീട് നമ്മുടെ എനർജി ഹൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. കേട്ടില്ല? ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പിന്നെ ഇത് ചെയ്യുമ്പോ ഈ ഫോർഗീവ് ചെയ്യുമ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യണ്ടേ? ഈ ഫോർഗീവ് പറഞ്ഞത് ചെയ്യുമ്പോ ടാപ്പിംഗ് ചെയ്യാതെ വെറുതെ അങ്ങനെ പറയാ? അങ്ങനെയും പറയാം. അതായത് ഇപ്പോ ഈ EFT ചെയ്തവർക്കാണ് ഈ ടാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, എന്താണ് EFT, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അവർക്ക് നമ്മുടെ സൈക്കോളജിയിലുള്ള ഒരു ടെക്നിക്കാണത്. അപ്പൊ ഇങ്ങനെയും പ്രാക്ടീസ് ചെയ്യാം, എന്നാലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ EFTയിലൂടെ അങ്ങനെ കൂടെ ആ ഒരു ടാപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ പെട്ടെന്ന് നല്ല റിസൾട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ എനർജി ഹൈ ആവും. ആ ഒരു സമയത്ത് നമുക്ക് എന്തിനാണോ നമുക്ക് നന്ദിയുള്ളത്, അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഓക്കെ, നമ്മളെപ്പോഴും പരാതികളായിരിക്കും പറയാം, എനിക്ക് അതില്ല ഇതില്ല. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അല്ലെ? ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്ലാസ് കേട്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനൊന്നും കഴിയാതെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇതറിയാതെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ എണീറ്റിരിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങി, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയ ആളുകൾ, ചില ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പല സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടാവും. രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാൻ പറ്റാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ ഇവിടൊക്കെ നമ്മൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ബെഡിലിരുന്നിട്ട് തന്നെ ഇന്ന് എണീക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയാം യൂണിവേഴ്സിനോട്. നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന വിധം രാവിലെ എണീറ്റ ഉടനെ ഉള്ള ഒരു അരമണിക്കൂറും, അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഒരു 10 കാര്യങ്ങൾക്ക്, കുറഞ്ഞതൊരു 10 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളതിന്, പിന്നെ അതുപോലെ 3 ടൈപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എഴുതാം. അതായത് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച കാര്യങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നല്ല വീട്, ഫാമിലി, നല്ല ജോലി, അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾക്ക് ഒരു 10 കാര്യങ്ങൾക്ക് നന്ദി എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ടാവും. നമുക്ക് സമ്പത്തിന്റെ കാര്യങ്ങളുണ്ടാവും.
ആളുകൾക്ക് പറയുന്നുണ്ടാവും ഈ സമ്പത്തില്ല എന്നുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉള്ള കാര്യങ്ങൾ, അതായത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് എൻ്റെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സാറേ പറഞ്ഞോളൂ, സാറേ ചോദിച്ചോളൂ ഇത് ചോദിച്ചോളൂ. നമ്മളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉം. ഹലോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡും മറ്റേ ഇപ്പം പ്രസന്റും രണ്ടും ഒന്നിച്ച് തന്നെ ചെയ്തുകൂടെ? ഒരേ സമയത്ത് എങ്ങനെയും ഉപയോഗിച്ചുകൂടെ? ചെയ്യാം, ഒരുമിച്ച് എഴുതാനും ചെയ്യാം, പറയാനല്ലോ. ഒരുമിച്ചും ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ഒന്ന് പാസ്റ്റിലുള്ള എഴുതാം, ഒന്ന് പ്രസന്റിൽ എഴുതാം, അല്ലെങ്കിൽ ഒന്ന് ഫ്യൂച്ചറിൽ എഴുതാം, അഡ്വാൻസ് ആയിട്ട് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് എഴുതാം. നിങ്ങളത് പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഈ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എഴുതുന്ന ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്ക് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, അല്ലേ? നമുക്ക് ഇല്ലാത്തൊരു കാര്യങ്ങൾ കിട്ടി എന്നുള്ള രീതിയിലേക്ക് എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും, എനിക്ക് ഇന്ന കാര്യം കിട്ടി എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ്, എനിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് എഴുതുക ഉള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല, ഒരു റിയാലിറ്റിയാണ്. നമുക്ക് ഇല്ലാത്ത കാര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ള ഒരുപാട് ഡൗട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഉള്ള കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതവിടെ കുറച്ച് ഇല്ലെങ്കിൽ, കൂടുതലായിട്ട് ഇല്ലെങ്കിലും അവിടെ കുറച്ചുള്ള കാര്യങ്ങൾ അതാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിനെ അത് വിശ്വസിക്കാം, അല്ലേ? ഉള്ളത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മളത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് 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 നമ്മൾ ആ ഒരു ലെവലിലേക്ക്, നമുക്കൊരു വിശ്വാസം വരുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അധികം ആളുകൾ ഇതൊക്കെ വിട്ടുപോകുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതിയത് എനിക്ക് കിട്ടിയതിന് നന്ദി എന്നൊക്കെ ഒരുപാട് എഴുതി 21 days ഒക്കെ എഴുതിയിട്ട് അതിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതൊന്നും നടക്കാതാവുമ്പോൾ അതിട്ട് പോകും. അപ്പൊ ഈ ഒരു സംശയങ്ങൾ അവിടെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ വരും, ഇതില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ ആ പ്രാക്ടീസ് ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതവിടെ ഒഴിവാക്കി പോകും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതായത് എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊരു വിശ്വാസം വരും, അല്ലെ? ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലേക്ക് എഴുതാം. ഇതുവരെ കിട്ടിയ കാര്യങ്ങൾക്ക് എഴുതാം, അതുപോലെ നിങ്ങൾക്ക് ഇരിക്കുന്ന കാര്യങ്ങൾക്ക് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ തന്നെയാണ്. പക്ഷെ നമ്മൾ കിട്ടുന്ന നമുക്കൊരു വരുമാനത്തിനാണെങ്കിൽ നമ്മൾ ലിറ്റ് വെക്കണോ? ഇത്ര ഉറുപ്പ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണോ? പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ലിമിറ്റ് വെക്കണോ? അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് നല്ലത്. അതായത് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അതെ, നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവും, ഒരു മാസം ഇത്ര ഏൺ ചെയ്യണം. അതാണ് പറഞ്ഞത്, ആ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഇത്ര ഏൺ ചെയ്യണം, ഇത് എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഇതിലേക്ക് ഞാൻ ആഗ്രഹിച്ചതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാസം ഇത്ര ഏൺ ചെയ്യണം, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ആറ്റിറ്റ്യൂഡിൽ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ എന്താണോ വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താണോ തോട്ടം, അത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ, നിങ്ങൾക്കുള്ള കാര്യത്തിന് നന്ദിയില്ലെങ്കിൽ, ഇല്ല, കയ്യിലുള്ള ഉള്ള കാര്യങ്ങൾ പോലും നമ്മളെടുത്ത് എടുത്തു പോകുന്ന പറയുന്നത്. അതായത് നമുക്ക് എന്തിനാണോ കൂടുതൽ നന്ദിയുള്ളത് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വർദ്ധിക്കും. നന്ദിയില്ലെങ്കിൽ, അത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള കാര്യങ്ങളോട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു കടയിൽ നിന്ന് സാധനം മേടിക്കുകയാണെങ്കിൽ, എന്ത് തന്നെയാണെങ്കിലും, രാവിലെ എണീറ്റ് തന്നെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, വൈഫിനോടായാലും മക്കളോടായാലും എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ കയറിയിട്ട് എണ്ണ അടിക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ താങ്ക് യു പറയാം എല്ലാവരോടും. അപ്പൊ നമ്മൾ എല്ലാത്തിലും നന്ദി കാണുന്നതിലൂടെ, നമുക്ക് നന്ദി പറയുന്നതിലൂടെ നമ്മുടെ മുൻപിലേക്ക് വരുന്നതെല്ലാം നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങളായിരിക്കും, അല്ലെ? മറ്റേത് നമ്മളെപ്പോഴും പ്രശ്നങ്ങളും പരാതികളൊക്കെ ആയിരിക്കും കാണുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങളായിരിക്കും. ഓക്കെ,
ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിലെ? ഇതുപോലെ നമ്മൾ അടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അഫർമേഷൻ. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും അറിയാത്ത ആളുകളുണ്ടാവും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം നമ്മുടെ ഉള്ളിലൂടെ 30,000 മുതൽ 60,000 വരെ ചിന്തകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചിന്തയെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ, ഇന്നലത്തെയും കഴിഞ്ഞ കാലത്തെയുള്ളൊക്കെ ചിന്തകൾ തന്നെ ആയിരിക്കും. അധികം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പൊ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചെറിയ വേർഡായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണീറ്റ ഉടനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ രാവിലെ എണീറ്റ ഉടനെ അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നന്നായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എനിക്ക് എന്നിലേക്ക് ഈ ഒരു സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്, അതിന്റെ പിന്നിൽ നമ്മൾ കിട്ടിയതിന് നന്ദി എന്നും കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് സ്വന്തമാക്കാൻ പറ്റി, ഞാൻ ആഗ്രഹിച്ച വീട്, കാറ്, അത് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറയുകയും ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റിസൾട്ട് കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലുള്ള ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവും. ആ ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണോ? ഹലോ, ഒന്ന് ചോദിച്ചോട്ടെ. നമ്മളൊരു കാറ് വാങ്ങിയിട്ട് ആ കാറിന്റെ പിന്നെ ആ കടലാസുകൾ ശരിയായിട്ടില്ല. ഒരു 3 മാസമായിട്ട് ഇപ്പൊ ബെൻഡായി നിൽക്കുക, ഓട്ടാനും വയ്യ, ഒന്നും ചെയ്യില്ല. അപ്പൊ എന്താ ഇനിയിപ്പോ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. കാറ് വാങ്ങിയിട്ട് അത് നമ്മള് ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് എത്തിയ കാറായിരുന്നു. അതിന് 3 മാസം നമുക്ക് സർവീസ് ഇങ്ങനെ ചെയ്യാനൊക്കെ തന്നിരുന്നു. പിന്നെ അത് അതിന്റെ കടലാസ് ശരിയാവാതെ നിൽക്കാണ്, ഓട്ടാൻ വയ്യ. അതെന്താണ് ബുദ്ധിമുട്ട്? എന്തായിരുന്നു അവരെന്താണ് പറയുന്നത്? അവര് പറയാന്ന് പറഞ്ഞാ ശരിയാക്കി തരാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നതിലൂടെ കൂടി തന്നെ ചെയ്യാൻ പറയുന്നുണ്ട്. ഓനോട് ഓന് പുറത്തു കൊടുക്കാനൊക്കെ നമ്മള് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഓന്റെ മനസ്സുകൊണ്ട് ഓൻ ചെയ്യാഞ്ഞിട്ടല്ല നമുക്ക് ശരിയാവാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആരും ശരിയായിട്ട് വന്നിട്ടില്ല. ഒരു 3 മാസമായി ഇപ്പൊ ബെൻഡേ കിടക്കുകയാണ്. 3-4 മാസമായിട്ട്. ഇവിടെ നിങ്ങൾക്ക് അത് ഇല്ലല്ലോ, അത് കിട്ടുന്നില്ലല്ലോ, റെഡി ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു പേപ്പർ വർക്കൊക്കെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കാറിൽ പോകാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ള ഫീൽ തന്നെ, ആ ഒരു വിശ്വാസം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം. ദൂരയാത്ര ചെയ്യാണ്, അത് കടലാസൊക്കെ ശരിയായ ദൂരയാത്ര ഞങ്ങൾ ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ എഴുതി വെച്ചൊക്കെ ചെയ്തു. അത് ഒരു 11 പ്രാവശ്യം ഉണ്ട്. റെഡി ആവും. ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു പ്രാക്ടീസും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിലൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം റെഡി ആവും. പിന്നീട് ഇനി അടുത്തതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ജമീല മാം പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വിഷ്വൽ ചെയ്യാം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയതുപോലെ, അതായത് നമ്മുടെ ഒരു മൂവി കാണുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വിഷ്വൽ ചെയ്യണം. അതായത് ഇപ്പോൾ മാം പറഞ്ഞ പോലെ ആ ഒരു കാറ് നിങ്ങൾ അവിടെ പോകുന്നത്, ആ പേപ്പർ വർക്കൊക്കെ റെഡി ആയിട്ട് നിങ്ങൾ ആ ഒരു കാറിൽ പോകുന്ന യാത്ര ചെയ്യുന്നതോ, പിന്നെ ഫാമിലിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ടൂർ പോകുന്നതൊക്കെ നിങ്ങൾ ആ ഒരു എൻഡ് റിസൾട്ട്, എപ്പോഴും ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് നിങ്ങൾ എൻഡ് റിസൾട്ട് കാണണം എന്നാണ്. അപ്പോൾ ആ ഒരു യാത്ര ചെയ്യുന്നത് നിങ്ങൾ പേപ്പർ വർക്കൊക്കെ റെഡി ആയിട്ട് ആ കാറിൽ യാത്ര ചെയ്യുന്നതായിട്ട് കാണാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ എനർജി നേരത്തെ പറഞ്ഞ പോലെ അത് കിടക്കുന്ന സമയം അങ്ങനെയാണ്. രാവിലെ എഴുതുമ്പോ നമ്മൾ മനസ്സ് കണ്ട് നമ്മൾ എഴുതണോ അത്? അതെ, നമ്മൾ എഴുതുമ്പോഴും അതുപോലെ പറയുമ്പോഴും നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോഴൊക്കെ ഫീൽ ചെയ്യണം. നിങ്ങളത് പോകുമ്പോഴായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുമ്പോഴല്ലോ, ഈ പേപ്പർ വർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ? ഇതുവരെ ഇപ്പോ സങ്കടമല്ല,
ഒരു വേദനയല്ല, ഇത് കിട്ടാതിരിക്കുന്ന നമ്മൾ അത്രയും ക്യാഷ് കൊടുത്തിട്ട് കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് അത് നിനക്ക് ഇപ്പൊ അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ, ഒരു സങ്കടം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കത് കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഫീല്, ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വിഷ്വൽ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു സന്തോഷം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു നമ്മുടെ എനർജി, നമ്മുടെ ഫ്രീക്വൻസി ഒക്കെ കറക്റ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ എന്നല്ല, ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. ചില കാര്യങ്ങൾ പ്രാക്ടീസ്, പല ആളുകളും പറയാറുണ്ട് 1-2 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നടക്കാതാകുമ്പോൾ എനിക്ക് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ റെഡിയാവാം. ഈ യൂണിവേഴ്സിന് എല്ലാം സിമ്പിളായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് പ്രശ്നങ്ങളായിട്ടില്ല. നമ്മളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അത് സിമ്പിളായിട്ട് ഇത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ എപ്പോഴാണോ അതിന് റെഡി ആവുന്നത്, നമ്മുടെ എനർജി അതുപോലെ നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴാണോ റെഡി ആവുന്നത്, ആ ഒരു ഹൈ ആവുന്ന സമയത്ത് അത് നമ്മളിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ ആയോ? സാറേ ഞാൻ സംശയം ചോദിക്കട്ടെ. ചോദിച്ചു. നമ്മൾ ഈ കണ്ടിന്യൂസ് ടെൻസിൽ പറയൂലേ, അതായത് നമ്മളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ പിന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണോ നല്ലത്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചില കാര്യങ്ങൾ, അതായത് പുതിയതായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം വരില്ല. അവിടെ ഒരു ചോദ്യം വരും, നമ്മുടെ വിശ്വാസം വരുന്നില്ല കിട്ടി. അതൊരു ചോദ്യം വരും, ഇതെനിക്ക് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് നടക്കും, അല്ലെങ്കിൽ ഇതെന്റെ കയ്യിലില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇല്ലാതെ നമ്മുടെ അടുത്തൊരു ഇല്ലാത്തൊരു ഫീൽ അവിടെ ഉണ്ട്, ഉള്ളുന്ന ഒരു ചോദ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആദ്യം ഇതിലേക്കൊരു വിശ്വാസം വരാനെടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആണ് ഇതിലേക്കൊരു വിശ്വാസം വരേണ്ടത്. അതിനാണ് പറഞ്ഞത് ഇതുവരെ ഉള്ള കാര്യങ്ങൾക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ, അപ്പൊ അതിന് പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ കൂടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഇപ്പോ ഒരു കാറ്, ഞാൻ ആഗ്രഹിച്ച കാർ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ എല്ലാം ആ ഒരു ഫീലിൽ അത് വരുന്നുണ്ട്. അതുപോലെ എന്റെ സമ്പത്ത് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഉള്ള കാര്യങ്ങളപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വിശ്വാസം വരും. കുറെ അതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്ത് നമുക്ക് കിട്ടും അല്ലേ. ആ ഒരു കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഇതിനോടൊരു വിശ്വാസം, അന്നേരം നമുക്ക് ഈ അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അവിടെ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അതെന്തായാലും നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് അവിടെ വരും. പിന്നീട് നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അടുത്തതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു, പിന്നീട് നമുക്ക് ഇതെല്ലാം കിട്ടണ്ടേ. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം അല്ലെ. നമ്മൾ ഈ ഒരു ഗോളിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുക അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമായാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരും, നമ്മുടെ മുന്നിലൂടെ അങ്ങനെ പോകും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് ആക്ഷനും കൂടി എടുക്കണം അല്ലെ. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങണം. നമ്മളിത് കിട്ടും അല്ലെങ്കിൽ റെഡി ആവുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ വരും, പക്ഷെ നമ്മൾ ആ ഒരു അവസരങ്ങളിൽ ഇറങ്ങി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആക്ഷൻ പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ചോദിക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക നമുക്ക് എന്താണ് വേണ്ടത്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഗോള് വേണം, എന്നിട്ട് അത് ചോദിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നീട് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് അത് നേടിക്കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം, ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ
തോട്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 10,000 മുതൽ 60,000 ചിന്തകളാണ് ഒരു ദിവസം പോലും കടന്നു പോകുന്നത് പറയുന്നത്. അപ്പോൾ അതിൽ 80% നമുക്ക് എന്താണ് വേണ്ടത് ആ ഒരു കാര്യം 60,000 ചിന്തകളാണ് ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ അത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഗോളിനെ കുറിച്ചെല്ലാം ഒരു ഓർമ്മ വരുള്ളൂ. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ, പിന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ റെഡി ആകാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സിന്റെ ഇതിനല്ല, നമ്മൾ റെഡി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. എന്ത് ചോദിക്കാട്ടോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ വിഷ്വൽ ചെയ്യുന്ന എങ്ങനെയാണ്, അതുപോലെ ഫോർഗീവ് ചെയ്യുന്ന എങ്ങനെയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോ ദിവസം വേറെ വേറെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു. കേട്ടില്ല. ഓരോ ദിവസം വേറെ വേറെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു. എങ്ങനെ എഴുതാം? ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരാള് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു എന്തൊക്കെ എഴുതേണ്ട ഒരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് ഇത്ര അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന, ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മള് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസിന് എന്ത് എഴുതണ്ടേ? എന്റെ ആരോഗ്യം ജീവിതത്തില് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി എന്ന് എഴുതാം. നമ്മളെപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതും. ആരോഗ്യവതിയാണ് അൽഹംദുലില്ലാ, അങ്ങനെ ഞാൻ എഴുതിയത്. അങ്ങനെ അങ്ങനെ മതി, അങ്ങനെ മതി. നമുക്ക് എന്താണ് വിശ്വാസം ആ രീതിയിൽ അത് എഴുതാം. എത്ര പ്രാവശ്യം എഴുതണം എന്നുണ്ടോ? എങ്ങനെ? ഇല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യം എഴുതണമെന്നില്ല. നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റും എത്ര എഴുതാം. ഞാൻ ആരോഗ്യവതിയാണ് എന്നുള്ളത് മാത്രം എഴുതിയാ പോരെ? അതോ നന്ദി എന്ന് എഴുതണം? ആരോഗ്യവതിയാണെന്നുള്ളത് അഫർമേഷൻ ആയി. അതിന്റെ കൂടെ ഒരു നന്ദിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയി. അപ്പൊ അത് എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഒരു 25 ഒരു 50 പ്രാവശ്യം എഴുതുകയാണെങ്കിൽ ദിവസം ഒരു 5 പ്രാവശ്യം അങ്ങനെ എഴുതുകയാണെങ്കിൽ പറ്റൂലേ? ഇങ്ങനെയും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു കണക്കൊന്നുമില്ല. എത്ര എഴുതാം, നമ്മൾ എത്ര എഴുതാൻ റെഡിയാണോ. ഇനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചോദിച്ചോളൂ. ഞാൻ സുബൈദ. ഞാൻ പുതിയ ആളാണ്. എനിക്ക് 5-8 വർഷം മുന്നേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനും പിന്നെ എന്നിന്ന് അകന്നു പോയതും തരാൻ എന്താ ചെയ്യാ? എന്തായിരുന്നു നഷ്ടപ്പെട്ട? എന്റെ മോനും വീടും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. മോന് ആട് വിട്ടുപോയി. ആള് എവിടെയാണ് ഉള്ളത്? അറിയില്ല. ഓക്കെ, നമുക്ക് അതൊരു പെയിൻ ഉണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഉള്ളിലൊരു സങ്കടം, ഒരു വിഷമം ഉണ്ടാവും അല്ലേ? നമ്മുടെ നല്ല വേദന ഉണ്ട്. 3 മക്കളുണ്ട് അവന്. അപ്പൊ അത് വിഷ്വൽ ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ മൂന്നാമത്തെ മോളെ 3 പെൺകുട്ടികളാണ്. മൂന്നാമത്തെ മോളെ കണ്ടിട്ടില്ല. കുട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞു. 7 വയസ്സാകാനായിരുന്നു. ഓക്കെ മാം, ഇപ്പൊ നമ്മുടെ EFTയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീൽ, ഇപ്പൊ മാം പറഞ്ഞപ്പോ തന്നെ ആ ഒരു സങ്കടം അതിൽ കാണാനുണ്ട്. അപ്പൊ ഒരു ഫീൽ, നമുക്ക് ആ ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമം, ഇത്തരം കാര്യങ്ങൾ, നമ്മൾ ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് അവര് വന്നതായിട്ട്, മോൻ തിരിച്ചു വരുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം. നന്നായിട്ട് വിഷ്വൽ ചെയ്യാം. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഈ കാര്യങ്ങൾ അതുപോലെ എഴുതാം. എന്റെ മോനെ തിരിച്ചു വന്നതിൽ, അല്ലെങ്കിൽ ആ സമ്പത്തൊക്കെ നേടിയതിൽ, തിരിച്ചു കിട്ടിയതിൽ നന്ദി എന്ന് എഴുതാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ വിഷ്വൽ ചെയ്യുക. മൂവി കാണുന്ന പോലെ തന്നെ മോൻ വരുന്നതും, നിങ്ങളുടെ കൂടെ താമസിക്കുന്നതും, ആൾ ഒരുമിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും, അങ്ങനെ ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളത് കാണാം. എന്തായാലും അത് വരും. കാരണം ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ, ഈ ഒരു അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഈ വിഷ്വലൈസേഷൻ, ഇതിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ വിശ്വസിക്കാം. അത് തിരിച്ചു കിട്ടുള്ള ആ ഒരു 100% നിങ്ങൾക്ക് അത് വിശ്വാസം വേണം. നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്യുമ്പോഴും, ഇതിൽ ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല. അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്, നിങ്ങൾക്ക് അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരുന്നത്.
സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ടേ ഉം. കുറെ എന്നോട് എഴുതാൻ പറഞ്ഞിരുന്നു. ഞാൻ ഈ രാവിലത്തെ സെക്ഷൻ പങ്കെടുത്തപ്പോ ഉം. എഴുതാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എഴുതിയിട്ട് എനിക്കിതിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ ഒരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ഉം. തീർച്ചയായിട്ടും നമുക്കിത് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും, എപ്പോൾ കിട്ടും, അതിലുള്ള ചോദ്യങ്ങളോ അതൊന്നുമില്ല. ഇത് കിട്ടും. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഉം. എന്നിട്ട് അപ്പോ ഇപ്പൊ എങ്ങനെയാണ് പിന്നെ സംഭവിച്ചത്? പിന്നെ എങ്ങനെയാണ് ക്യാഷ് റെഡി ആയത്? പക്ഷേ ഞാനിങ്ങനെ അഫർമേഷൻ എഴുതി ഉം. ഉം. കിട്ടിയതായിട്ട് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു, കൂടുതലായിട്ട് കിട്ടിയതായിട്ടുള്ള ഒരു ഉം. എഴുതി ഉം. പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ. ഈ EFT പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി എന്നുള്ള ഒരു എഴുതിയിട്ടാണ് എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയതാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ. തീർച്ചയായിട്ടും ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. EFT പങ്കെടുക്കാൻ ക്യാഷ് ഇല്ല. ഇപ്പൊ മാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. EFTയിലേക്ക് വരുന്നതും ഇനി ക്യാഷിന്റെ കാര്യത്തിൽ എങ്ങനെ കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും, ചിലപ്പോൾ ജോബ് ഇല്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. വലിയ കൺഫ്യൂഷൻ ആയിരുന്നു അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു എനിക്ക്. അത് അൽഹംദുലില്ലാഹ് എത്താൻ പറ്റി. ഇനി ഇതിന്ന് എല്ലാം പഠിച്ചു കിട്ടണം എനിക്ക്. തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ എത്തിയില്ലേ? ഇത്രയും ആഗ്രഹിച്ച് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ക്യാഷ് ഒക്കെ റെഡി ആയി ഇവിടെ എത്തിയില്ലേ? ഇനി അതൊക്കെ സംഭവിക്കും. അതിൽ ആ ഒരു വിശ്വാസം, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാം. റെഡി ആവും. ഓക്കെ. ഇപ്പോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്യാഷ് ഇല്ല, ഇതിനെങ്ങനെ വരും എന്നുള്ള ചോദ്യങ്ങളുമില്ല, അവസരങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓരോ നിമിത്തങ്ങളാണ്. അതിൽ വിശ്വസിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നിമിത്തങ്ങളാണ്. അപ്പൊ അതിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ള പൂർണ്ണമായുള്ള വിശ്വാസം ഉണ്ടാവാൻ. ബാക്കിയെല്ലാം യൂണിവേഴ്സ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ എത്തിച്ചേരും. അത് നിങ്ങളത് ചാടി പിടിക്കാന്ന് പറയാം. അദ്ദേഹം ആ ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങും. ഓക്കെ. ലോ ഓഫ് അട്രാക്ഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒരു സമയമൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അതിലെപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഗോൾ വേണം. അത് അങ്ങനെ ഇന്നൊരു ഗോൾ എടുത്തിട്ട് നിങ്ങൾ ഇന്നൊരു ആഗ്രഹം എടുത്തിട്ട് നാളെ അതിലേക്ക് മാറ്റിയിട്ട് കളിക്കാൻ പാടില്ല. നിങ്ങൾക്കത് വ്യക്തമായിട്ടൊരു ഗോൾ വേണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? മാം പറയുന്നത് ക്ലിയർ അല്ല. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ? അതൊന്ന് റിമൂവ് ചെയ്തിട്ട് സംസാരിക്കാം. ഒന്ന് ആദ്യം മുതൽ പറയോ? കേട്ടില്ല. വീഡിയോസുകൾ ഇങ്ങനെ കാണലുണ്ട് യൂട്യൂബില്. ഞാൻ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. എനിക്ക് പൈസയുടെ ടൈറ്റ് നല്ലോണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ മോനും ഇങ്ങനെ എല്ലാ സാമ്പത്തും നഷ്ടപ്പെട്ടു. ഞങ്ങൾ നല്ല ലെവലിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോ എല്ലാവരും നഷ്ടപ്പെട്ടു. എല്ലാവരും ഞങ്ങളെ നേരെ തിരിഞ്ഞു. 8 വർഷമായിട്ട് ഞാൻ സഹിക്കുകയാണ്. ഇതുവരെ മോന് ഇപ്പൊ ആൾക്കാരൊക്കെ ഒതുങ്ങി. പക്ഷെ എന്റെ മോന് എവിടെയെന്ന് അറിയില്ല. സാരല്ല, എല്ലാം റെഡി ആവും കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളൊരു കോഴ്സിലേക്ക് ഇവിടേക്ക് എത്തിപ്പെട്ടില്ലേ? വാടക വീട്ടിലാണ്. ഹസ്ബൻഡൊക്കെ നല്ല പിന്നെ സൗദിയിൽ നല്ല ജോലി, മക്കൾക്ക് കടയൊക്കെ ഇട്ട് കൊടുത്തിരുന്നതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി. പിന്നെ മോന് എവിടെയെന്നുള്ള ഒരു വിവരമില്ല. 3 മക്കൾ അവനുണ്ട്. പിന്നെ എനിക്ക് 3 മക്കളാണ്. 2 മകനും 1 മകളും. മോളെ ജീവിതം കുറച്ചൊക്കെ തകരാറിലായി. എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണായപ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഭർത്താവ് ചെറിയൊരു ഓട്ടോ കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സ്കൂൾ ട്രിപ്പൊക്കെ ആയിട്ട്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാരും വാടക വീടൊക്കെ സൗകര്യമുള്ളത് തന്നെ കിട്ടി. ഞങ്ങൾ അതിലിങ്ങനെ കഴിഞ്ഞു കൂടുന്നു. പക്ഷെ മോന്റെ ഒരു വിവരം ആലോചിക്കുമ്പോഴേക്ക് വിഷമം താങ്ങാൻ പറ്റുന്നില്ല. 3 പെൺമക്കൾ വളർന്നു വരിക. മൂത്ത കുട്ടിക്ക് 13 വയസ്സായി. അവൻ പോകുമ്പോ 6 വയസ്സാണ്. അപ്പൊ എന്തായാലും മാം വിഷമിക്കാതിരിക്കുക. കാര്യങ്ങൾ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ പറയുന്ന
കൺഫർമേഷൻ എഴുതണം, പിന്നെ എല്ലാതും ഞാൻ ചെയ്തും കൊണ്ടേ ഇരിക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയത്. ഞാന് പിന്നെ ഹസ്ബൻഡൊന്നും അറിയാതെയാണ് കാര്യങ്ങൾ, എന്റെ മോള് എന്നെ കയറ്റി തന്നതാണ്. എന്തെങ്കിലും ഒരു പള്ളി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ എഴുതി എന്റെ നോട്ട്ബുക്കുകളൊക്കെ തീർന്നിക്കണു. പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും നോട്ട്ബുക്കുകൾ വാങ്ങി എഴുതാം. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ഒന്നും വെറുതെ ആവില്ല കേട്ടോ. അതിനൊക്കെ റിസൾട്ട് വരും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആ ഒരു സങ്കടം, മാമിന്റെ ഉള്ളിലുള്ള ഒരു സങ്കടം, ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു പെയിൻ ഉണ്ടല്ലോ, മോൻ ഇല്ല, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ മാമിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു, അതൊരു റിയാലിറ്റിയാണ് അല്ലേ, സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമ്മളത് വിശ്വസിക്കുക, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇതെല്ലാം സംഭവിച്ചു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. ഇനി നമ്മൾ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോ ജീവൻ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഓക്കെ. ഒരു വാടകയ്ക്കാണെങ്കിലും നമുക്കൊരു താമസിക്കാൻ ഒരു വീടുണ്ട്. ഇതിലെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. പഴയ കാര്യങ്ങൾ എല്ലാം മറക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇപ്പൊ FDയിൽ വരുമ്പോൾ ആ ഒരു ഫീലിങ്സ് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഇനി എന്താണ് ചെയ്യാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് മാറുന്നത്, ആ കാര്യങ്ങൾ ചിന്തിച്ച് അതിലേക്ക് പോവാം കേട്ടോ. ഇതന്നെ പിന്നീട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ കൂടുതൽ നമ്മൾ സങ്കടം ഉണ്ടാവുള്ളൂ. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളിലേക്ക് പോകും അല്ലേ. നമ്മളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒരു നെഗറ്റീവ് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം വരെ അല്ലെങ്കിൽ ദിവസങ്ങളോളം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും സംസാരിക്കാനും കരയാനും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചൊരു ഹാപ്പിനെസ് എന്നൊരു കാര്യം കുറച്ച് സമയം മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ ഒരുപാട് സമയം ആരോട് വേണമെങ്കിലും നമ്മളത് വിളിച്ചു പറയാനും സംസാരിക്കാനും വേണ്ടിയാവും. അതിൽ സമാധാനം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ. അപ്പൊ അങ്ങനെയും പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു സമാധാനമല്ല, നമ്മൾ കൂടുതൽ നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചിന്തകൾ ഒഴിവാക്കാൻ, അത് ബുദ്ധിമുട്ടായിരിക്കാം, സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടായിരിക്കാം. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അല്ലെ. ആ പ്രാക്ടീസ് ചെയ്യാം, അപ്പൊ റിസൾട്ടിലേക്ക് ഓക്കെ. ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം റെഡി ആവും കേട്ടോ. നമ്മള് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ 4 ക്ലാസ് ആയിട്ടുള്ളൂ. ഇനി ഒരു മാസത്തെ കോഴ്സാണ് നമുക്കുള്ള. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും. ഓക്കെ സാർ, താങ്ക് യു. സാർ ഇവിടെ ഒരു സംശയിക്കട്ടെ. ചോദിച്ചോളൂ. ഹലോ. പിന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടേ, ചെറിയ കുട്ടിയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കണ മോനാണ്. അവനക്ക് പഠിക്കാൻ കുറെ പിന്നാക്കാണ് അവന്. അപ്പൊ അവനക്ക് വേണ്ടിയിട്ട് നമുക്ക് അവൻ പഠിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ ശരിയാവോ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ഈ 10-ാം തീയതിയാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സ്റ്റുഡൻസിന്റെ EFT വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അതിൽ ക്ലിയർ ചെയ്യുന്നത്. 21 ദിവസത്തെ കോഴ്സാണത്. അതില് 7 ദിവസം ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ 4 അവനെല്ലാത്തിനും ദിവസം അവനങ്ങനത്തേലൊക്കെ പിടിച്ചിരുത്താൻ കുറച്ച് പാടും. ഒരു ഒതുങ്ങിയിരിക്കണ ടൈപ്പ് അല്ല ആള്. ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വികൃതിയിൽ ഏർപ്പെടുന്ന ആളാണ്. കൂടെ ഇരുന്നിട്ട് വേണം ഇത്തരം 4-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നമ്മളെ കൂടെ ഇരിക്കാം അല്ലേ. ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിപ്പോ തൽക്കാലത്തിന് നമ്മൾ ഇങ്ങനെ ഒരു പഠിക്കുന്നതായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇനിയിപ്പോ തൽക്കാലത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അതുപോലെ വിഷ്വൽ ചെയ്യാം കാര്യങ്ങൾ. പിന്നെ കുട്ടികളോടുണ്ടല്ലോ, അവര് എങ്ങനെയാണോ പിന്നെ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് നമ്മള് പല കാര്യങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് അവരിതിലേക്ക് കൊണ്ടുവരാം. ഇനി ആർക്കെങ്കിലും
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവരുത്. എങ്ങനെ എഴുതേണ്ടത്? ഞാനേ ഇന്നലെ ക്ലാസ് കയറിയിട്ട് ക്ലാസ് കിട്ടിയില്ല എനിക്ക് EFTന്റെ. എന്ത് പറ്റി? അത് കട്ടായി. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. എന്തായാലും ഇത് റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞങ്ങൾ ഒരു ഇങ്ങനെ 21 ഡേയ്സിലേക്ക് ഇങ്ങനെ എഴുതിയിരുന്നു. പിന്നെ അപ്പോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അത് സാധിച്ചില്ലെങ്കിൽ വീണ്ടും എഴുതേണ്ടല്ലോ. എങ്ങനെ? ഒരു സാധനം കിട്ടാനുള്ള ക്യാഷ് കിട്ടാനുള്ളതായിരുന്നു. അപ്പൊ കിട്ടിയതായിട്ട് ഇങ്ങനെ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതിയിരുന്നു 21 ഡേയ്സ്. ക്യാഷ് കിട്ടാനുള്ളതല്ലേ? ആ, ആളോട് എന്തെങ്കിലും നമ്മൾ കടം കൊടുത്താണോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്? കടം കൊടുത്തതാണ്. 2 മാസത്തേക്ക് അവധി പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞു. ആളോടൊരു ഫീൽ ഉണ്ടാവൂലേ? ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാവൂലേ? ഇല്ല, അത് തരാ ഇങ്ങനെ പറയണ്ടല്ലോ, അതാ തന്നിട്ടില്ല. ആ തരാന്ന് പറയുമ്പോ നമുക്കുള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ 1 വർഷമായില്ലേ, നാളെ തരാന്ന് കിട്ടും വിചാരിക്കണേ. ബിസിനസ്മാൻ ഇതല്ല, കച്ചവടക്കാരാണ്, ഷോപ്പുണ്ട്. ഒരു ഫീൽ. അപ്പൊ അവര് ഓരോ ഇത് പറയണേ, ഇതിലേക്ക് പോയി മറ്റേലേക്ക് പോയി ഇങ്ങനെ പറയണ്ടേ, എന്തായാലും നോക്കാക്കെ പറയണ്ടേ. സമയം തരണമാണ് പറയണേ. ഇപ്പൊ തരാന്ന് പറയുമ്പോ നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടാനാകുമ്പോ നമുക്ക് തരാന്ന് പറയുമ്പോ 1 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി ചോദിക്കുമ്പോ നമ്മളുള്ളിലൊരു ഒരു ഫീൽ ഉണ്ടാവില്ലേ? നമുക്കുണ്ടാവില്ലേ, ഈ ചങ്ങാതി അല്ലെങ്കിൽ ഇവര് കുറെ ദിവസമായി ഇത് കളിപ്പിക്കുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നു. ഞാൻ പറഞ്ഞു കുറെ ആയല്ലോ കളിപ്പിക്കുന്നത്, എല്ലാം അങ്ങനെ ബുദ്ധിമുട്ട്, എന്തായാലും തരാം ഞങ്ങള്. ഇത് തിരിഞ്ഞു പോയത് ഞങ്ങൾ സമയം തരണാണെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ സമയം തരാനാ, അത്രയും തന്നില്ലാന്ന്. നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് ഒഴിവാക്കണം. ആളോട് ഉണ്ടാവും, ചിലപ്പോൾ വെറുപ്പുണ്ടാവും, കുറെ ആയാലും നമ്മളിങ്ങനെ നടത്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നാളെ തരാൻ പറ്റും, നാളെ തരാന്ന് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കിട്ടും തന്നെ. ചിലപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല, അത് കിട്ടൂല, എന്നാലും ചോദിച്ച് വെറുപ്പിക്കാന്ന്. അവര് ഡേറ്റ് ഇപ്പൊ എന്താ പറയാ, 10-ാം തീയതി തരാറുണ്ട്. 10-ാം തീയതിന്റെ തലേന്ന് വന്നിട്ട് പറയും ഇപ്പം ശരിയായിട്ടില്ല കേട്ടോ, എന്തായാലും അടുത്ത മാസം, ഇങ്ങനെ 2 മാസം ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇനിയിപ്പോ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഡേറ്റ് 10-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമോ? അറിയില്ല. അതിനിങ്ങനെ അഫർമേഷൻ എഴുതിയിരുന്നോ, വീണ്ടും എഴുതേണ്ടി വരും 21 ഡേയ്സ്. ആ ഫീൽ എന്താണ്? ഈ 10-ാം തീയതി തരാന്ന് പറഞ്ഞു, അപ്പൊ ഇപ്പൊ കിട്ടുള്ള പ്രതീക്ഷ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ സംഭവിച്ച ഇങ്ങനെ ആയിരിക്കും. ഈ ഒരു ഡേറ്റിന് തരാന്ന് പറഞ്ഞു, പക്ഷെ അന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഡേറ്റ് കൺഫേം പറഞ്ഞു. ഇപ്പൊ ഡേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ 3-ാമത്തെ ഡേറ്റ് ആണ് ഇതിപ്പോ. അപ്പൊ ആളോട് നമുക്ക് എന്തായാലും ഒരു ഉള്ളിലൊരു വിഷമോ അല്ലെങ്കിൽ ദേഷ്യം, വെറുപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ആരായാലും ഇത്ര ക്യാഷുകളൊക്കെ തരാനുണ്ടാവും, നമുക്ക് ഉള്ളിൽ ഉണ്ടാവും അല്ലെ? നമുക്ക് എത്ര പറഞ്ഞു ചെറുതൊരു വിഷമമുണ്ട്. ഇതെന്താ അങ്ങനെ ഇത് ചെയ്തത്, ഞങ്ങള് നല്ല ഇതില് കൊടുത്തപ്പോ ഒരു ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു വിഷമം അല്ലെ? ആ ഒരു വിഷമം നമുക്ക് ഒഴിവാക്കിയാൽ മതി. ആളോടുള്ള ആ ഒരു വിഷമം, ആ ഒരു ദേഷ്യം, ആ ഒരു വെറുപ്പ്, അതൊന്നും ഒഴിവാക്കിയിട്ട് ആൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക വെച്ചാല് ആളടുത്ത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ ആൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൂടെ? നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് തരാനുള്ള ആളുകൾക്ക് അവർ നല്ല രീതിയിലാവുന്നതായിട്ട് നമുക്ക് വിഷ്വൽ ചെയ്യാം. അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അതുപോലെ വിഷ്വൽ ചെയ്യാം. അപ്പൊ അവരുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവർക്ക് ക്യാഷ് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ, അവർ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കോയിന്റെ ഷോപ്പിലായിരിക്കും കൊടുത്തത്. അവർക്ക് എന്തോരം ലോഡ് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ ഷോപ്പൊക്കെ നന്നായിട്ട് പോകുന്നൊക്കെ ഉണ്ട്. പൈസ തരുന്നതിൽ മാത്രം കുറച്ചത് അങ്ങനെ തിരിഞ്ഞു. അപ്പം പിന്നെ ഭാര്യന്റെ ഡെലിവറി, ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങളാണ് അന്നേരം പറയുന്നത്. എന്തായാലും ക്ഷമിച്ചോണ്ട് നിൽക്കണ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് പെട്ടെന്ന് കിട്ടണ പറഞ്ഞു. എന്തായാലും അപ്പൊ ഞാൻ കുറെ അഫർമേഷൻ ഇത് എഴുതിയിരുന്നു 21 ഡേയ്സ് 21. അത് ഇനി വീണ്ടും എഴുതേണ്ടി വരുമോ? എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എനിക്ക് എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയതായിട്ട് ഞാൻ നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ 21 തവണ എഴുതിയിരുന്നു. അതിലെന്തോ ഒരു ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു.
പിന്നെ ഇനിയും അതെങ്ങനെ ചെയ്യേണ്ടി വരും? ഒരു ദിവസം വിട്ടതിന്റെ ആണോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യാട്ടോ. നമ്മുടെ ആ ഒരു എനർജി ഹൈ ആവുന്നത് വരെ ചെയ്യാം. ഒക്കെ എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു സങ്കടം, ആ ഒരു ദേഷ്യം ഇതൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് കറക്റ്റ് വർക്ക് ചെയ്യാത്തത്. എല്ലാ ക്യാഷും കിട്ടും. ഇതില് ഞാൻ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും. അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആൾക്കിനി നമ്മൾ കടം കൊടുത്തു എന്നുള്ള ഫീലിംഗ് അത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ, അഫർമേഷൻ ഒക്കെ എഴുതുമ്പോൾ ആ ഒരു കടം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ രോഗങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനിൽ നിന്ന് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് സമ്പത്തുകൾ, നിങ്ങളെ സമ്പത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിയാൽ തന്നെ ഈ കിട്ടാനുള്ള ക്യാഷുകൾ കിട്ടൂലേ? ആ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കല്ലേ? ഓരോ അവര് രണ്ടാളും, ഒരാളുടെ കിട്ടിയിട്ടുണ്ട് കുറച്ചായിട്ട്, പിന്നെ മറ്റാളുടെ കിട്ടാത്തത്. രണ്ടാളും ഒരേ ടൈമില് കുറച്ച് മാസത്തിന്റെ വ്യത്യാസമല്ലേ വാങ്ങിയത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക്, അതായത് കടങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത്, അഫർമേഷനിലൊന്നും അതൊന്നും വരാൻ പാടില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കടം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് തന്നെ എഴുതാം. അപ്പൊ മനസ്സിലാകുന്ന ചിലപ്പോ ഫീലിംഗ് വരുത്തുന്നുണ്ട്, ഇങ്ങനെ കിട്ടാണ്ടല്ലോ ഉള്ളതില് എഴുതും ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫീലിംഗ് വരുത്തുന്നുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്, എന്താണ് ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചത്. അത് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ആളെ കാണുമ്പോൾ വരെ, നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള ആളെ കാണുമ്പോൾ വരെ നിങ്ങളുടെ മുഖത്തൊരു മാറ്റം ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആളോട് ചോദിക്കണോ അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ഫീല് വരെ അവിടെ വരാറുണ്ട് അല്ലെ? ഒരു ചതിയല്ല, ചതിച്ചല്ലോ ഉള്ള ഒരു ഇത് ഫീലിംഗ് മതി. അത് വലിയൊരു ഫീലിംഗ് അല്ലേ അത്, ചതിച്ചല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മുടെ എനർജി, നമ്മുടെ ഫ്രീക്വൻസി കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതവിടെ നടക്കും. കാരണം വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രശ്നങ്ങളല്ല. അത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നമ്മുടെ ചിന്തകളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കൊരു കാര്യങ്ങളും നടക്കാതെ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണോ അതിന് അങ്ങനെ ക്ലിയർ ചെയ്യേണ്ടി വരും അല്ലേ? ഒട്ടും ഡൗട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് ദിവസം ചെയ്തിട്ട് അത് നിർത്തി വെക്കരുത്. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി എഴുതുമ്പോ ഉണ്ടല്ലോ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടും. 1-2 ഡേറ്റ് ഒക്കെ മാറ്റി കളിക്കും. ആദ്യം ഇങ്ങനെ വരുന്നതായിട്ട്, സമ്പത്ത് വന്നതായിട്ട് അങ്ങനെ തന്നെ എഴുതിയത്. ഒരു ഡേ വിട്ടുപോയിരുന്നു. ആൾക്കൊന്ന് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഫോർഗീവ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് ആ ഒരു ചെയറിൽ ഇരിക്കുന്നതായിട്ട് ഇരുന്നിട്ട് ആളോട് പറയാം, നിങ്ങൾ കുറെ കാലമായില്ലേ, എനിക്ക് ആവശ്യങ്ങളില്ലേ, ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുത്ത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ള ആ കാര്യങ്ങൾ ആളോട് തുറന്ന് പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഫീലിംഗ് പോവും. ആ ഒരു ദേഷ്യത്തിന്റെ വെറുപ്പൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പോകും. അത് പോകുന്നത് വരെ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആവുന്ന സമയത്ത് ആ ഒരു ആളോടുള്ള ദേഷ്യം പോകുന്ന സമയത്ത് പിന്നെ അത് കറക്റ്റ് വർക്ക് ചെയ്യും. ആ ഒരു എനർജി വർക്ക് ചെയ്യും. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എത്ര നേരം എല്ലാവർക്കും വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയിരുന്നു. അഫർമേഷൻ എഴുതുന്നുണ്ടെങ്കിലും അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നു. നടക്കും, ഉറപ്പായിട്ട് നടക്കും. താങ്ക് യു സാർ. നന്നായിട്ട് തോന്നുന്നുണ്ട്, എന്തായാലും നടക്കുള്ളൂ. സാർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യാം. എന്തായാലും ഇടക്കിടക്ക് സാറിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ലേറ്റ് ആയിട്ട് കയറിയിട്ടോ, ഒന്ന് ഇതിന്റെ റെക്കോർഡിംഗ് ഷെയർ ചെയ്യണേ. റെക്കോർഡിംഗ് ഉണ്ട്, അത് ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ.